മലയാളത്തിലധികം ചർച്ച ചെയ്യാത്ത സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്ന STVയുടെ മൂവി റിവ്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് പൃഥ്വിരാജ്, ഗീതു മോഹൻദാസ്, ഷീല എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്യാമപ്രസാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ അകലെ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രം പുറത്തിറങ്ങിയ സമയത്ത് തിയേറ്ററിൽ വലിയ സാമ്പത്തിക വിജയമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ചിത്രത്തിന് ആ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. ടെന്നസി വില്യംസിൻ്റെ ഗ്ലാസ് മാനേജേഴ്സ് എന്ന നാടകത്തെ ആസ്പദമാക്കിയാണ് ശ്യാമപ്രസാദ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഈ ഗ്ലാസ് മാനേജേഴ്സ് എന്ന നാടകം ഒരു വെസ്റ്റേൺ അപ്പീലിൽ കഥ പറയുന്ന ഒരു നാടകമാണ്. പക്ഷേ അത് മലയാളത്തിലേക്ക് പറിച്ചു നടുമ്പോൾ ശ്യാമപ്രസാദ് കേരളത്തിലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ പറയുന്നത്. നീൽ, മാർഗരറ്റ്, റോസ് എന്നീ 3 കഥാപാത്രങ്ങളിലൂടെ സ്നേഹം, സുഹൃത്തത തുടങ്ങിയ മനുഷ്യജീവിതത്തിലെ സങ്കീർണമായിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ചാണ് അകലെ എന്ന ചിത്രത്തിലൂടെ ശ്യാമപ്രസാദ് പ്രധാനമായും സംസാരിക്കുന്നത്. ചിത്രം തുടങ്ങുമ്പോൾ എഴുത്തുകാരനായ നീൽ തൻ്റെ സഹോദരിയായ റോസിനെ കുറിച്ചൊരു പുസ്തകം എഴുതാനായി തയ്യാറെടുക്കുകയാണ്. തുടർന്ന് നീലിൻ്റെ ഓർമ്മകളിലൂടെയാണ് നീലിൻ്റെ അമ്മയായ മാർഗരറ്റും റോസും നമുക്ക് മുന്നിലെത്തുന്നത്. നീലിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തുച്ഛമായ ശമ്പളത്തിനാണ് നീൽ ജോലി ചെയ്യുന്നത്. നീലിൻ്റെ സഹോദരിയായ റോസ് വികലാംഗയാണ്. അതുകൊണ്ട് തന്നെ അല്പം ഉൾവലിഞ്ഞ കഥാപാത്രമാണ്. അധികം ആരോടും അങ്ങനെയൊന്നും സംസാരിക്കാറില്ല. ഈ ഗ്ലാസ് കഷ്ണങ്ങൾ കൊണ്ട് മൃഗങ്ങളെയും തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെയൊക്കെ ഉണ്ടാക്കുകയാണ് റോസിൻ്റെ പ്രധാന ഹോബി. റോസിൻ്റെ അമ്മ മാർഗരറ്റ് റോസിനെ കുറിച്ച് ഓർത്ത് വളരെയധികം ആകുലപ്പെട്ടിരിക്കുകയാണ്. മാർഗരറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം റോസിനെ വിവാഹം കഴിപ്പിച്ച് അയക്കണം എന്നുള്ളതാണ്. റോസിന് ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവണമെന്ന് തന്നെയാണ് മാർഗരറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അങ്ങനെ ഇരിക്കെ നീലിൻ്റെ സുഹൃത്തുക്കളെ ആരെങ്കിലും വീട്ടിൽ ഡിന്നറിനായി കൊണ്ടുവരാൻ മാർഗരറ്റ് ആവശ്യപ്പെടുന്നു. അതിന് പിന്നുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഡിന്നറിന് വരുന്നവർക്ക് റോസിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിവാഹം കഴിപ്പിച്ച് അയക്കാം എന്നുള്ളതാണ്. അമ്മ പറഞ്ഞതനുസരിച്ച് നീൽ തൻ്റെ സുഹൃത്തായ ഫ്രെഡിയെ വീട്ടിൽ ഡിന്നറിനായി കൊണ്ടുവരുന്നു. ആവിചാരത്തിനെന്നോണം ഈ ഫ്രെഡിയും റോസും പണ്ട് ഒരുമിച്ച് പഠിച്ചവരാണ്. അങ്ങനെ റോസും ഫ്രെഡിയും തമ്മിൽ സംസാരിക്കുമ്പോൾ റോസിന് ഫ്രെഡിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോഴാണ് ഫ്രെഡി പറയുന്നത് തൻ്റെ നിശ്ചയം ഉറപ്പിച്ച കാര്യം. ഫ്രെഡി വീട്ടിൽ നിന്ന് പോയതിനു ശേഷം നിശ്ചയം ഉറപ്പിച്ച ഒരാളെയാണോ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് നീലിനെ അമ്മ ഒരുപാട് ശകാരിക്കുന്നുണ്ട്. അതിനുശേഷം നീൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷേ അവിടെ നിന്ന് പോയതിനു ശേഷവും നീലും ഫ്രെഡിയും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. കഥ പ്രസൻറ്റിലേക്ക് എത്തുമ്പോൾ തൻ്റെ ഏകാന്തത വിഷാദത്തിലേക്കും തുടർന്ന് മനോരോഗത്തിലേക്കും എത്തുന്ന റോസ് മരിക്കുകയാണ്. അതിനുശേഷം മാർഗരറ്റ് വളരെയധികം ഡിപ്രസ് ആവുന്നു. ചിത്രത്തിൻ്റെ അവസാന സീൻ എന്ന് പറയുന്നത് ഫ്രെഡിയും മക്കളും നീലും അടക്കം മാർഗരറ്റിനെ കാണാനായി എത്തുന്നതും അവരൊരുമിച്ച് ഡിന്നർ കഴിക്കുന്ന സമയത്ത് റോസിനെ കുറിച്ച് ഓർക്കുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. അതിലേറ്റവും ക്ലൈമാക്സ് സീനിൽ റോസിൻ്റെ ഫോട്ടോയുടെ ഒരു ക്ലോസ് ഷോട്ട് വരുന്ന സമയത്ത് നീലിൻ്റെ ഒരു വോയിസ് ഓവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അനശ്വരമായ ഒന്നും തന്നെയില്ല ഈ ഭൂമിയിൽ, സ്നേഹമുണ്ട്, ആർദ്രതയുണ്ട്, എനിക്കത് മതി എന്ന് നീലിൻ്റെ കഥാപാത്രം റിയലൈസ് ചെയ്യുന്നിടത്താണ് ഈ ചിത്രം അവസാനിക്കുന്നത്. സെൽഫിഷ് എന്ന് മുദ്രകുത്തപ്പെടുന്ന നീൽ എന്താണ് സ്നേഹമെന്ന് കൃത്യമായി റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് അകലെ എന്ന ചിത്രം ശ്യാമപ്രസാദ് ഒരുക്കിയിരിക്കുന്നത്. ഗ്ലാസ് മാനേജേഴ്സ് എന്ന നാടകത്തിൻ്റെ കോർ ഐഡിയയെ അകലയിലേക്ക് ശ്യാമപ്രസാദ് പറിച്ചു നടുമ്പോൾ അത് വളരെയധികം വൈകാരികമായി കഥാപാത്രങ്ങളിലൂടെ കണക്ട് ചെയ്യുന്നു എന്നിടത്താണ് അകലെ എന്ന ചിത്രം മികച്ച അനുഭവമായി മാറുന്നത്. നീലായി പൃഥ്വിരാജും മാർഗരറ്റായി ഷീലയും റോസായി ഗീതു മോഹൻദാസും വളരെ മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ശ്യാമപ്രസാദിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കഥാപാത്രങ്ങളുടെ ഇമോഷൻസൊക്കെ കൃത്യമായി നമ്മളിലേക്ക് എത്തുന്ന തരത്തിലുള്ള സ്റ്റേജിങ് ആണ് ഈ ചിത്രത്തിനായി ശ്യാമപ്രസാദ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് M. ജയചന്ദ്രൻ്റെ സംഗീതമാണ്. ഇതിനു മുമ്പുള്ള ശ്യാമപ്രസാദ് ചിത്രങ്ങളിലൊക്കെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. ഞാൻ ആദ്യം ഈ ചിത്രം കണ്ടപ്പോൾ വിചാരിച്ചത് ഇത് ഔസേപ്പച്ചൻ്റെ സംഗീതമാണെന്നുള്ളതാണ്. പിന്നെയാണ് അറിഞ്ഞത് ഇത് M. ജയചന്ദ്രനാണ് ഇതിൻ്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത്. വളരെ മികച്ച പശ്ചാത്തല സംഗീതം കൂടിയാണ് ഈ ചിത്രത്തിന്. ആംഗ്ലോ ഇന്ത്യൻ അറ്റ്മോസ്ഫിയറൊക്കെ ഇതിൻ്റെ സംഗീതം വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ ഇമോഷൻസിനെ, സങ്കീർണതകളെയൊക്കെ കഥാപാത്രത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ മികച്ച രീതിയിലാണ് അകലെ എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചിത്രം കാണാത്തവർ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം കൂടിയാണ് അകലെ.